ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ചുരക്ക് വെച്ചിട്ട് ഒരു അടിപൊളി ചട്നിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനോടും കൊടുക്കുക. എന്നാലും മാത്രമേ ചേർന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ചുരക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫുള്ള് എടുക്കുന്നില്ല കേട്ടോ, വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തത് മാത്രം കേട്ടോ വലുത്. ഇനി നമുക്കിതിൻ്റെ ഹാഫ് ഭാഗം എടുക്കാം. നിങ്ങൾക്ക് ചട്നി എത്ര വേണമെങ്കിൽ, കാൽ ഭാഗം വേണമെങ്കിൽ, കുറച്ച് വേണമെങ്കിൽ അത്ര എടുത്താലും മതി കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു ഹാഫ് ഭാഗം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീനാക്കി കൊണ്ടുവരണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇനി നമുക്കത് കട്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളില്ലേ, ആ കുരു പോലത്തെ സംഭവം അതൊക്കെ എടുത്ത് മാറ്റി കളയണം കേട്ടോ. അപ്പോൾ അതുപോലെ നടുവ് കട്ട് ചെയ്തിട്ട് ഈ കുരുകളൊക്കെ മാറ്റി കട്ട് ചെയ്ത് നമുക്കത് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കണം. അപ്പോൾ അതുപോലെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ നടു കയറിയിട്ട് നമ്മൾ ഉപ്പേരിക്കൊക്കെ അരിയില്ലേ, അതുപോലെ ഒരു മീഡിയം സൈസാക്കിയിട്ട്, ഓവർ സൈസാക്കണ്ട, ഒരു മീഡിയം സൈസാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ അപ്പോൾ ഇതാ ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്കതവിടെ മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഒരു പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു ടീസ്പൂണ് ചനാദാൾ, നമ്മൾ കടലപ്പരിപ്പില്ലേ, അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കുക. അത് ചെറുതായിട്ടൊന്ന് ചൂട് വരണം, ഒരുപാട് വറക്കണ്ട. ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂണ് ഉഴുന്നില്ലേ, നമ്മൾ ദോശക്കൊക്കെ ഇടുന്ന ഉഴുന്ന്, ആ ഉഴുന്നാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അതൊരു ടീസ്പൂൺ ഇട്ടിട്ട് പിന്നെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ജീരകം, നല്ല ജീരകമാണ്, ഒരു അര ടീസ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചുരക്കല്ലേ, ആ ചുരക്കും ഒരു 3 പച്ചമുളകും, പച്ചമുളക് കട്ട് ചെയ്യുന്ന വേണ്ട, അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. അതിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ചുരക്ക ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 2-3 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം, അല്ലെങ്കിൽ തന്നെ വല്ല മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ് കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അത് വേവുന്ന തന്നെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇളക്കി കൊടുത്താൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് നമ്മൾ ഈ ചട്നി നല്ല ടേസ്റ്റാണ്. ചുരുക്കൊണ്ട് ഉണ്ടാക്കി നമുക്ക് അറിയാൻ പറ്റില്ല, നമ്മൾ തേങ്ങ ഇല്ലെങ്കിലും ഉള്ളി ഇല്ലെങ്കിലും നമുക്ക് ഈ സൈഡ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചട്നിയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ഇളക്കി കൊടുത്ത് ഇപ്പോൾ അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴയൊന്നും വേണ്ട. ചുരുക്കുന്ന വെന്തതിന് ശേഷം നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വറുത്ത പൊട്ടുകടല ഇട്ട് കൊടുത്തത്, റോസ്റ്റഡ് ആണ്, അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില, അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്തത് ചെറിയൊരു സൈസ് പുളിയാണ് ഇട്ട് കൊടുത്തത്. ആ പുളിയും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പിടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഫ്ലെയിം നമ്മൾ മീഡിയത്തിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി, ഹൈലൊന്നും ഇടണ്ട കേട്ടോ. അതൊന്ന് ജസ്റ്റ് ആ കടലയും ആ ചുരക്കും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ മല്ലിയിലെ നമുക്കൊന്ന് ചെറുതായിട്ട് വഴന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടാറിയതിന് ശേഷം ഒരു ജാറൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് അരച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. എന്നിട്ട് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില, നമ്മൾ സാധാ ചട്നി കടുക് വറുത്തുന്ന പോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ അടിച്ച് വെച്ചിരിക്കുന്ന ചട്നിയില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് എത്രത്തോളം ചട്നി എത്ര ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് കുറുകിയ ടൈപ്പാണ് ഇഷ്ടമുണ്ടാവുക, ചിലർക്ക് നല്ല ലൂസ് പോലെ വേണ്ടി വരും. അത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ ചട്നി ആക്കണം വെച്ചാൽ അതിന്. പക്ഷേ അത് കുറുകിയ ടൈപ്പാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാട് ലൂസായ അത്രണ്ട് ചട്നിക്ക് രസം വേണമെങ്കിൽ എപ്പോഴും ഒരു കുറച്ച് കുറുകിയിരിക്കുന്നതാണ് എല്ലാ ചട്നിക്ക് രസം. ഈ നേരത്തെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കട്ടോ. എനിക്ക് ഉപ്പ് പാകമാണ്, ഞാൻ ഓൾറെഡി വാട്ടുമ്പോൾ ഇട്ട് കൊടുത്തല്ലേ, അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കറക്റ്റാണ്. കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചുരക്ക് കിട്ടുമ്പോൾ കറി സാധാ പച്ചക്കറി നമ്മൾ വെക്കൽ, അപ്പോൾ അതല്ലാതെ ഇതുപോലെ ചട്നിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. കിഡിലും ടേസ്റ്റാണ്. ചുരക്കൊണ്ട് ഉണ്ടാക്കി നമുക്ക് അറിയാനേ പറ്റില്ല. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയുടെ കൂടെ കഴിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.